ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ചൊവ്വയെക്കുറിച്ചാണ്. ചൊവ്വ ഗ്രഹത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ചൊവ്വയെക്കുറിച്ച് നമുക്കറിയാം, ചൊവ്വ ഒരു ഗ്രഹമാണ്. വലിപ്പത്തിൽ 7ാം സ്ഥാനം അർഹിക്കുന്ന ഗ്രഹമാണ് ഏത്? ചൊവ്വ. വലിപ്പത്തിൽ 7ാം സ്ഥാനം അർഹിക്കുന്ന ഗ്രഹം ആൻസർ ചൊവ്വയാണ്. അതുപോലെ തന്നെ വലിപ്പത്തിൽ 3ാം സ്ഥാനം അർഹിക്കുന്ന ആന്തരിക ഗ്രഹവും ഏത് തന്നെയാണ്? ചൊവ്വ തന്നെയാണ് കേട്ടോ. വലിപ്പത്തിൽ 3ാം സ്ഥാനം അർഹിക്കുന്ന ആന്തരിക ഗ്രഹം ഏതാണ്? ചൊവ്വയാണ്. അതുപോലെ പറയുകയാണെങ്കിൽ ചൊവ്വ ഏതൊക്കെ പേരിലറിയപ്പെടുന്നു? തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ്. തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഫോസിൽ ഗ്രഹം എന്നറിയപ്പെടുന്നതും ആരെ തന്നെയാണ്? ചൊവ്വയാണ്. ഫോസിൽ ഗ്രഹം എന്നറിയപ്പെടുന്നു, തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നു. ഫോസിൽ ഗ്രഹമെന്നും തുരുമ്പിച്ച ഗ്രഹമെന്നും ആരറിയപ്പെടുന്നു? ചൊവ്വ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഫോസിൽ ഗ്രഹം എന്നറിയപ്പെടുന്നു, തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നു. അതുപോലെ ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ്. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നതാണ് ചൊവ്വയാണ്. ഒരു ചൊവ്വയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചൊവ്വയുടെ 2 പ്രകൃതിദത്ത ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ചൊവ്വയുടെ 2 പ്രകൃതിദത്ത ഉപഗ്രഹങ്ങളാണ് ഡീമോസ്, ഫോബോസ്. ചൊവ്വയുടെ 2 പ്രകൃതിദത്ത ഉപഗ്രഹങ്ങളാണ് ഡീമോസും ഫോബോസും. ഡീമോസ് എന്ന് പറഞ്ഞാൽ സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹമാണ് ഡീമോസ്. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹം ഏതാണ്? ഡീമോസ് ആണ്. അതുപോലെ തന്നെ കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് ഫോബോസിനെയാണ്. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് ഫോബോസിനെയാണ്. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ യുറാനസിനെ കുറിച്ചും നെപ്റ്റ്യൂണിനെ കുറിച്ചും പറയുകയുണ്ടായി. യുറാനസും നെപ്റ്റ്യൂണും ഏതു പേരിൽ അറിയപ്പെടുന്നു? യുറാനസും നെപ്റ്റ്യൂണും ഹിമഭീമന്മാർ എന്നറിയപ്പെടുന്നു. ഹിമഭീമന്മാർ എന്നറിയപ്പെടുന്നത് ആരെയാണ്? യുറാനസും ഹിമഭീമൻ എന്നറിയപ്പെടുന്നു. നെപ്റ്റ്യൂണും ഹിമഭീമൻ എന്ന് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ നമുക്ക് 3-4 പഠനങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് ചന്ദ്രനെ കുറിച്ചുള്ള പഠനം എന്താണ്? ചന്ദ്രനെ കുറിച്ചുള്ള പഠനമാണ് സെലനോളജി. ചന്ദ്രനെ കുറിച്ചുള്ള പഠനം സെലനോളജിയാണ്. അതുപോലെ ഫോസിലുകളെ കുറിച്ചുള്ള പഠനം എന്താണ്? പാലിയന്റോളജിയാണ്. ഫോസിലുകളെ കുറിച്ചുള്ള പഠനം ആൻസർ പാലിയന്റോളജിയാണ്. പ്രപഞ്ചത്തെ കുറിച്ചുള്ള പഠനമാണ് കോസ്മോളജി. പ്രപഞ്ചത്തെ കുറിച്ചുള്ള പഠനം ആൻസർ കോസ്മോളജി. അതുപോലെ ഭൂകമ്പത്തെ കുറിച്ചുള്ള പഠനമാണ് സീസ്മോളജി. ഭൂകമ്പത്തെ കുറിച്ചുള്ള പഠനം സീസ്മോളജിയാണ്. കടല്, തിരമാല, സമുദ്രം എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് ഓഷ്യാനോഗ്രഫി. കടല്, തിരമാല, സമുദ്രം എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് ഓഷ്യാനോഗ്രഫി. ഓർത്ത് വെച്ചോളൂ, വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് ഇതൊക്കെ. അതുപോലെ തന്നെ പാറകളെ കുറിച്ചുള്ള പഠനമാണ് ലിത്തോളജി. പാറകളെ കുറിച്ചുള്ള പഠനമാണ് ലിത്തോളജി. ശിലകളെ കുറിച്ചുള്ള പഠനം പെട്രോളജി. ശിലകളെ കുറിച്ചുള്ള പഠനമാണ് പെട്രോളജി. നദികളെ കുറിച്ചുള്ള പഠനം പോട്ടമോളജിയാണ്. നദികളെ കുറിച്ചുള്ള പഠനമാണ് പോട്ടമോളജി. പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഓറോളജി. പർവ്വതങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഓറോളജി. അതുപോലെ തന്നെ ഗുഹകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ എന്താണ്? സ്പീലിയോളജിയാണ്. ഗുഹകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് സ്പീലിയോളജി. ഗുഹകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ആൻസർ സ്പീലിയോളജി. അതുപോലെ തന്നെ തടാകങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ലിംനോളജി. തടാകങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ലിംനോളജി. കാറ്റിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ അനിമോളജി. കാറ്റിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് അനിമോളജി. അതുപോലെ തന്നെ കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് മെറ്റീരിയോളജി. മെറ്റീരിയോളജിയാണ്. അപ്പം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് പരീക്ഷകൾക്ക് വളരെ യൂസ്ഫുള്ളായ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ വീഡിയോ തുടർച്ചയായിട്ട് കാണുക. അപ്പോൾ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ദിവസവും ഓരോ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് പഠിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ദിവസം യൂട്യൂബ് ആകുന്ന പ്ലാറ്റ്ഫോമിലൂടെ കുറച്ച് വീഡിയോകൾ നമ്മുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ അവർക്ക് പഠിക്കാനും അവർക്കിത് കേട്ട് പഠിക്കാനും അവർക്ക് ഭാവിയിൽ പ്രയോജനപ്പെടട്ടെ എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ദിവസവും ഒരു വീഡിയോ വെച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. വീഡിയോ കാണുന്നവരെന്തോ ഇല്ല, തുടർച്ചയായിട്ട് കാണുക.
വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക കേട്ടോ. ഈ പറയുന്നതെല്ലാം എന്താണ് യൂസ്ഫുൾ ആയ ക്വസ്റ്റ്യൻസ് ആണ്.